ഹായ് എല്ലാവർക്കും ഫോർ ഷൈനിങ് ഏഞ്ചലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ സ്നാക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ പോട്ടിൻ മിക്സും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയും ഇതിന് ഞാൻ എന്തെല്ലാം വളമാണ് കൊടുക്കുന്നതെന്നും ഇതെങ്ങനെയാണ് നട്ടു വളർത്തി പരിപാലിക്കുന്നതെന്നുമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഈ പ്ലാന്റ്സിന് പല പല പേരുകളാൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. എനിക്കറിയാവുന്ന പേര് സാൻസവേരിയ, സ്നാക്ക് പ്ലാന്റ്, സർപ്പപ്പോള, ഈ 3 പേരുകളാട്ടോ എനിക്കറിയുള്ളൂ. പിന്നെ ഈ പ്ലാന്റ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നല്ലൊരു പ്ലാന്റ്സാണ്. ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാന്റ്സാണ്. ഇതിനെ നമുക്ക് ബെഡ്റൂമിലും വളർത്തിയെടുക്കാം. നമ്മുടെ അകത്തളങ്ങളിൽ എല്ലായിടത്തും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ. ഇതിന് നമുക്ക് വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ നമുക്കൊന്ന് നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഏതൊരു ഇൻഡോർ പ്ലാന്റിനേക്കാളും എയർ പ്യൂരിഫൈൻ പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്നാക്ക് പ്ലാന്റ്. നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ അധികമായി നിൽക്കുന്ന കാർബൺ മോണോക്സൈഡൊക്കെ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവ് ഈ പ്ലാന്റ്സിനുണ്ട്. പിന്നെ നമ്മുടെ അകത്തെ എല്ലാ സ്ഥലത്തും നമുക്കിത് നല്ലതുപോലെ വെച്ച് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ. പിന്നെ ഈ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സാണ് കേട്ടോ ഈ സ്നാക്ക് പ്ലാന്റ്. കാരണം ഇതിൻ്റെ ഒരു ലീഫ് മതി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാനായിട്ട്. ഇത് വലിയ ലീഫാണെങ്കിൽ നമ്മളിതൊരു 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് നമ്മളിത് മണ്ണിൽ ചാരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേരോടി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിലും അത് നമുക്ക് വേരോടി തൈകൾ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ പോയാലും ഇത് നശിച്ചു പോകത്തില്ല. നശിച്ചു പോകാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പിന്നെ നമ്മൾ പോട്ടിൻ മിക്സ് നല്ലപോലെ കൊടുക്കുകയാണെങ്കിൽ ചട്ടി നിറഞ്ഞ് തിങ്ങി തൈകൾ വരും. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞാനിനി ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഒരുപാടൊന്നും ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും വീടുകളിൽ സ്നാക്ക് പ്ലാന്റ് നല്ലപോലെ വളർത്തിയെടുക്കുക. നല്ലൊരു പ്ലാന്റ്സാണ് കേട്ടോ സ്നാക്ക് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതിൻ്റെ പോട്ടിൻ മിക്സും ഇതിൻ്റെ റീപോട്ടിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പ്ലാന്റ്സ് ഇതാണ്. ഇതിൻ്റെ നല്ലൊരു ലീഫ് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ചെറിയ ചെറിയ പീസാക്കി വെച്ചാലും പിടിക്കും. ഇതെങ്ങനെ വെച്ചാലും പിടിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ കറക്റ്റ് 1 മാസം മുമ്പ് അതിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല പോലെ വേര് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ തൈകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്കിത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇതുപോലെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ വീട്ടിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, അത് തൈകൾ വരുന്നത് അതേപോലെ തന്നെ വരില്ല, ഈ രീതിയിലാട്ടോ വരുള്ളൂ. ഇത് സാധാ പ്ലെയിൻ സ്നാക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ വെരിക്കേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ കുത്തിയാലും ഈ ഒരു മോഡലിലാണ് അത് വളർന്നു വരുള്ളൂ. പിന്നെ അടുത്ത പ്ലാന്റ്സ് ഇതാണ് കേട്ടോ. ഇതും വെരിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ്സാണ്. ഇത് ഞാൻ ഒരു തൈ വെച്ചിട്ട് ഏകദേശം 10 മാസത്തോളമായി. ചട്ടി നിറഞ്ഞു തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്ന പോട്ടിൻ മിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് നല്ല പോലെ തൈകൾ പൊട്ടി മുളയ്ക്കും. ഇതിൻ്റെയും ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലോ മണ്ണിലോ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. തൈകളൊക്കെ മുളച്ച് വരും. ഇത് കണ്ടോ, ഇത് ഞാൻ കറക്റ്റ് 1 മാസം മുമ്പ് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതിന് 2 തൈകളാണ് വരുന്നത്. ഈ ഒരു ലീഫ് മതി നമുക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് മണ്ണിൽ നട്ടാൽ മതി. മണ്ണിൽ നട്ടിട്ട് കറക്റ്റ് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേനും നല്ലപോലെ പ്ലാന്റ്സ് ആവും. പിന്നെ ഇത് വളർന്നു വരുന്നത് ആ സൈഡിലുള്ള യെല്ലോ ലൈൻ ഉണ്ടല്ലോ, അത് വരില്ല. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കി. നമ്മൾ വെരിക്കേറ്റഡ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോഡലിൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഇതാണ്. ഇത് ഞാൻ ഇതുവരെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിന് തൈകൾ പൊട്ടി മുളയ്ക്കുമ്പോൾ അത് അടർത്തി മാറ്റുക എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് പിടിക്കും തോന്നുന്നു, പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് വെച്ചാൽ പിടിക്കും. പിന്നെ അതിൻ്റെ ആ ചെറിയ തൈകൾ വെച്ചാലും പിടിക്കും കേട്ടോ. ഇത് ഞാൻ കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു പ്ലാന്റ്സാണ് കേട്ടോ.
പിന്നെ ഇതും സാൻസവേരിയ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിന് വേരുകളൊക്കെ ഇറങ്ങി വരും കേട്ടോ. സാധാ നോർമൽ മണ്ണിൽ മാത്രം ഇത് കുത്തി വെച്ചാൽ മതി. ഇതിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കമ്പ് പിടിപ്പിക്കാനും ലീഫ് നടാനൊക്കെ സാധാ നോർമൽ മണ്ണ് മതി കേട്ടോ. തൈകളൊക്കെ നടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റീപോട്ടിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മണ്ണെടുത്തിട്ടുണ്ട്, മണലെടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് തൈകൾ അടർത്തി നടുന്നതിനും റീപോട്ടിങ് ചെയ്യുന്നതിനും മാത്രം നമുക്കിതുപോലെ വളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ബെസ്റ്റ് പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നടുകയാണെങ്കിൽ നിറച്ചും തൈകളുണ്ടാവും. നമ്മുടെ ചട്ടിയൊക്കെ നല്ല ബുഷായിട്ട് നിറഞ്ഞു നിൽക്കും. അപ്പോൾ കാണാനല്ലേ നല്ല രസം. അപ്പോൾ ഞാൻ ഇതുപോലെ പോട്ടിംഗ് മിക്സൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ നടുന്നത്. ഞാൻ ദാ ഈ പോട്ടിലേക്കാണ് നടുന്നത്. ഈ ഒരു ചെറിയ പ്ലാന്റ് ആട്ടോ റീപോട്ടിങ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു ലീഫ് വെച്ചിട്ട് അതിൽ നിന്നും വന്ന ബേബി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റീപോട്ടിങ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലൊക്കെ തൈകൾ പൊട്ടിയിട്ട് നിറച്ചും പ്ലാന്റ്സ് ആവും. അപ്പോൾ നമുക്ക് വലിയൊരു പോട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ നിറച്ചും നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഇവിടെ സ്നാക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ നിറച്ചും സ്നാക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് ബേബി മിറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പോട്ടിൻ മിക്സ് നിറച്ചിട്ട് ഈ പ്ലാന്റ്സ് ഒന്ന് അതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. വേറെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെടി നടാനാണെങ്കിലും നമ്മൾ പോട്ടിൻ മിക്സ് ഓക്കെ ആണെങ്കിൽ തന്നെ ആ ചെടി നല്ലതുപോലെ വളർന്നു വരും. എന്നും പറഞ്ഞ് ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കരുത്. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതായത് മണലും മണ്ണും ഒരേ രീതിയിൽ എടുക്കുക. ചാണകപ്പൊടി അതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു വാളം എല്ലുപൊടിയും ഒരു വാളം വേപ്പിൻ പിണ്ണാക്കും മതി. പിന്നെ മുട്ടയുടെ തൊണ്ട് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് നിറഞ്ഞ് തിങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് നട്ടാൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 ദിവസം ഒന്ന് ഷെയ്ഡിൽ വെക്കണം, ഒട്ടും വെയിൽ കൊള്ളിക്കാതെ. അത് കഴിയുമ്പോൾ സാധാരണ നോർമലായിട്ടുള്ള സ്ഥലത്ത് എടുത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സാൻസവേരിയെ കുറിച്ചിട്ടുള്ള പ്രൊപ്പഗേഷനും പോട്ടിൻ മിക്സും ഞാനിതിനെ വളർത്തുന്ന രീതിയും ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.